ഒരു ബന്ധവുമില്ല, ഉമ്മയുമായി പിണക്കത്തിലാണ്. വാപ്പയുമായി തീരെയും അറ്റാച്ച്മെന്റ് ഇല്ല. വാപ്പയെ കാണുന്നില്ല, വാപ്പയോടൊന്നും മിണ്ടുന്നില്ല, വാപ്പയോട് ഒന്ന് വർത്തമാനം പറയുന്നതും ഇല്ല. നോക്കൂ നിങ്ങൾ, ഉമ്മാനെ അവിടെ മുന്തിച്ചു. ആദ്യം ഉമ്മയുടെ കാര്യമാണ്. നമ്മളൊക്കെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ ആ പറച്ചിലിൽ ആദ്യം വരുന്നത് തന്നെ മാതാവല്ലേ, ഉമ്മയല്ലേ. പിതാമാതാക്കൾ എന്ന് നമ്മൾ പറയാറില്ല. പറയാറുണ്ടോ പിതാമാതാക്കൾ എന്ന്? ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ പറയുന്നത്? മാതാപിതാക്കൾ. അപ്പൊ നമ്മുടെ മലയാളത്തിലെ പറച്ചിലിൽ പോലും മുൻഗണന ആർക്കാണ്? ഉമ്മമാർക്കാണ്, മാതാക്കൾമാർക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അവരെ കൊണ്ട് നമ്മൾ ദുആരപ്പിക്കണം. നമുക്ക് വേണ്ടി അവരെ കൊണ്ട് ദുആരപ്പിക്കണം. കൂടെ കൂടെ പോകണം, അവരിടത്തേക്ക് പോകണം. അവർ വേറെ വീട്ടിലാണ്, അന്യ വീട്ടിലാണ്, എന്നാൽ കൂടെ കൂടെ അവരെ കാണണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ പോകണം. അല്ലാതെ ഒരു പെരുന്നാൾ വരുമ്പോ, ഒരു ഓണം വരുമ്പോ എന്താണ്, ഒരു പുതിയ കുപ്പായം എടുത്ത് പത്രാസ് കാണിക്കാൻ വേണ്ടി അവിടെ ചെല്ലലല്ല വേണ്ടത്. മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകേണ്ടത് എന്നാണ്? മാതൃദിനം വരുമ്പോ കൂടെ പിടിച്ചിരുത്തി ഒരു സെൽഫി എടുത്ത് ഫോട്ടോ ഇടാൻ വേണ്ടി മാത്രം ഉമ്മാന്റെ അരികിലേക്ക് പോകുന്ന മക്കളുള്ള കാലമാണ്. അതേപോലെ പിതൃദിനം വരുമ്പോ, അതേപോലെ വല്ല ഓണമോ പെരുന്നാളോ അങ്ങനത്തെ ആഘോഷ പരിപാടികൾ വരുമ്പോൾ മാത്രം ഉമ്മമാരുടെ, മാതാപിതാക്കളുടെ അരികിലേക്ക് പോയി അവർക്കൊരു ജോഡി ഡ്രസ്സ് എടുത്തു കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് സെൽഫി എടുത്ത്, പിന്നെ ഇനി ആ ഉമ്മാനെ കാണണമെങ്കിൽ അടുത്ത വല്ല ആഘോഷ പരിപാടികൾ വരണം. ഇങ്ങനെയാണോ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത്? മാതാപിതാക്കളുമായി ബന്ധം സ്ഥാപിക്കേണ്ടത്? അല്ല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നമുക്കുള്ള സ്വർഗം ഇരിക്കുന്നത് ഉമ്മമാരുടെ കാൽപാദത്തിന്റെ അടിയിലാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ആ കാൽപാദത്തിന്റെ അത്രത്തോളം നമ്മൾ താഴണം, ഉമ്മാന്റെ മുമ്പിൽ താഴണം. ഉമ്മാന്റെ കാലിന്റെ അടിഭാഗത്തുള്ള മണ്ണിന്റെ സ്ഥാനം പോലും ഇല്ലാത്തവരാണ് മക്കളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങൾ, ചിന്തിച്ചു നോക്ക്, ആലോചിച്ചു നോക്ക്. ഉമ്മമാർ അത്രത്തോളം സ്ഥാനമുള്ളവരാണ്. മഹാനായ തടവ ഉസ്താദ് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്തുകൊണ്ടാണ് ഉമ്മമാർക്ക് ഇത്ര സ്ഥാനം, വാപ്പമാരെക്കാൾ സ്ഥാനം. ഒരു സഹാബി വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചില്ലേ, നബിയെ, ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഞാൻ സഹവസിക്കേണ്ടത് എന്ന് വെച്ചാൽ അടുത്ത് ഇടപഴകേണ്ടത്, വളരെ ശ്രദ്ധിക്കണം ഈ ഒരു വാക്ക്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബി വന്ന് ചോദിച്ചെന്താ, നബിയെ, ജനങ്ങളിൽ വെച്ച് ആരാ ജനങ്ങൾ? ജനങ്ങൾ ആരാണ്? നമ്മുടെ കൂട്ടുകാർ, ജനങ്ങളിൽപ്പെട്ടവരാണ്. മക്കൾ, ഭാര്യമാർ, അയൽവാസികൾ, മറ്റു കൂട്ടുകാർ, എല്ലാവരെക്കാട്ടിലും ഈ ജനങ്ങളിൽ ഒന്നടങ്കം, ഈ ജനങ്ങളിൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് ആരോടാണ് നബിയേ? ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപെടേണ്ടത് ആരോടാണ് നബിയേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെല്ലും മടിക്കാതെ, ഒട്ടും താമസിക്കാതെ പെട്ടെന്ന് മറുപടി പറഞ്ഞത്, നിന്റെ ഉമ്മയോട്. നിന്റെ ഉമ്മയോട്. വീണ്ടും ആ സഹാബി ചോദിച്ചു, പിന്നെ ആരോടാ നബിയെ രണ്ടാം സ്ഥാനം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാണ്? മൂന്നാമത് ചോദിച്ചു. അപ്പോഴും പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അതേ, നിന്റെ ഉമ്മയോട്. 1, 2, 3 മൂന്ന് സ്ഥാനങ്ങളും അത് ഉമ്മാക്ക് ഉള്ള സ്ഥാനമാണ്. പിന്നെ ആരോടാണ് നബിയെ? നാലാമതും ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പയോട്. അപ്പോ 1, 2, 3 സ്ഥാനം ഉമ്മാക്ക് തന്നെയാണ്.
ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നമ്മൾ ഏറ്റവും അടുത്ത് ഇടപെടേണ്ടത് ആരോടാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉമ്മമാരോടാണ്. എത്ര പേരുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ ഉമ്മമാരോട് ഇടപെടുന്നത്? എത്ര പേരുണ്ട്? സുബ്ഹാനല്ലാഹ്. 4-ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. ആർക്ക്? വാപ്പാക്ക്. അതും 4-ാം സ്ഥാനം, അതൊരു സ്ഥാനം തന്നെയാണ്. അപ്പൊ ഉമ്മാക്ക് ഇത്ര സ്ഥാനം വരാനുള്ള കാരണം മഹാനായ തഴവ ഉസ്താദ് അവിടുത്തെ മവാഹിബുൽ ജലീൽ കൂടി പറഞ്ഞു തരികയാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നയാ. എന്താണ്? 10 മാസം വയറ്റിലിട്ടുകൊണ്ട് ചുമന്ന് വേദന സഹിച്ചുകൊണ്ട് നടന്ന ഉമ്മ. 10 മാസമൊക്കെ ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുക എന്നൊക്കെ നമുക്കിങ്ങനെ പറയാനേ കഴിയുള്ളൂ. അനുഭവിച്ച ഉമ്മമാരോട് ചോദിക്കണം, ഉമ്മ ആ 10 മാസത്തെ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളുടെ വേദനകൾ എന്തൊക്കെയായിരുന്നു? നിങ്ങൾക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുമായിരുന്നോ? നിങ്ങൾക്കൊന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് കിടക്കാൻ, ഒന്ന് ചരിഞ്ഞു കിടക്കാൻ, ഒന്ന് ചരിഞ്ഞു കിടക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നോ? നിങ്ങൾക്കൊന്ന് നടക്കാൻ കഴിയുമായിരുന്നോ? പടച്ചവനെ, ഏണിന് കയ്യും കൊടുത്ത് ഉമ്മമാർ, ഗർഭിണികളായ സ്ത്രീകൾ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്തു പ്രയാസമാണ്, എന്തു വേദനയാണ്. അവർക്ക് വായിക്ക് രുചിയായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നോ? അവർക്ക് ഇങ്ങനെ വൊമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രയാസം. ഇതുപോലെ പ്രയാസം സഹിച്ച മറ്റൊരു പടപ്പ് വേറെ ഉണ്ടാവുകയില്ല. വല്ലാത്ത വേദനയാണ്. നമ്മൾ പറയും സുഖപ്രസവം, സുഖപ്രസവം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സുഖിച്ച് കിടന്ന് പ്രസവിക്കുന്നതിനാണോ സുഖപ്രസവം എന്ന് പറയുന്നത്? എന്ത് വേദന കടിച്ചമർത്തി, എന്ത് വേദന കടിച്ചമർത്തിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മമാർ പ്രസവിക്കുന്നത്. അപ്പൊ ഗർഭം ചുമന്നത് അതും ഉമ്മയാണ്, വാപ്പയല്ല. നമ്മളെ പ്രസവിച്ച് ആ പ്രസവത്തിന്റെ വേദന നമുക്ക് വേണ്ടി സഹിച്ചത് ആരാണ്? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഇനി അത് കഴിഞ്ഞാലോ, പ്രസവിച്ച് കഴിഞ്ഞാലോ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ തീരുന്നോ പ്രയാസം? പ്രസവിച്ച് കഴിഞ്ഞാൽ പ്രയാസം തീരുന്നോ? ഇല്ല. പിന്നെ ഉമ്മാന്റെ വീണ്ടും അടുത്ത പരിചരണം, ഉമ്മാന്റെ അടുത്ത ഡ്യൂട്ടി വീണ്ടും തുടങ്ങുകയാണ്. വയറ്റിന്റെ അകത്ത് ഇട്ട് നോക്കിയതുപോലെ പുറത്തേക്ക് വന്നപ്പോൾ ആ ഉമ്മാന്റെ കണ്ണും ചിന്തയും എല്ലാം ആ കുഞ്ഞിൽ സമർപ്പിച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ പരിപാലിക്കുകയാണ്. അതിന് കൃത്യമായി, അതിന് നമ്മൾ 3 നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ അല്ല ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത്. അതിനിങ്ങനെ തോന്നുമ്പം വാവിട്ട് നിലവിളിക്കും. അപ്പൊ ഉമ്മ അമ്മിഞ്ഞപ്പാലെടുത്തു കൊടുക്കും. അതിന് രാത്രിയെന്നോ പകലെന്നോ പാതിരാത്രിയെന്നോ അർദ്ധരാത്രിയെന്നോ ഇല്ല. ഉമ്മ ഉറങ്ങല്ലേ, എന്നാ ഉറങ്ങട്ടെ എന്ന് കുഞ്ഞ് കരുതുമോ? ഇല്ല. നല്ല ഉറക്കം വന്നിരിക്കുന്ന സമയത്തായിരിക്കും ഈ പാലിന് വേണ്ടി കിടന്ന് കരയുന്നത്. അപ്പൊ ഇങ്ങനെ പാല് കൊടുത്ത് ഈ കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്ത്, വേറെ ബിരിയാണിയോ പൊറോട്ടയും ചിക്കനും ഒക്കെ ഈ കുഞ്ഞിന് അന്നേരം കഴിക്കാൻ പറ്റൂലല്ലോ. ആകെ കഴിക്കുന്നത് എന്താണ്? ഉമ്മാന്റെ ഈ പാലാണ്. ഈ കുഞ്ഞിനുള്ള എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ദാഹത്തിന് ശമനമുണ്ട്, വിശപ്പിന് പരിഹാരമുണ്ട്. ഇതെല്ലാം എവിടെയുണ്ട്? ഈ ഉമ്മാന്റെ മുലപ്പാലിൽ ഉണ്ട്. ദാഹത്തിന് ശമനമുണ്ട്, വിശപ്പിന് പരിഹാരമുണ്ട്. നമ്മൾ വിശക്കുമ്പോ വെള്ളം എടുത്ത് കുടിക്കലല്ലോ നമ്മളൊക്കെ എന്താ ചെയ്യാ? ഭക്ഷണം കഴിക്കും. നമ്മൾ വിശക്കുമ്പോ ഭക്ഷണം കഴിക്കും, ദാഹിക്കുമ്പോ നമ്മൾ വെള്ളം കുടിക്കും. രണ്ടിനും 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ
സംസം വെള്ളത്തിന്റെ കഥ പറഞ്ഞതുപോലെ സംസം വെള്ളം അത് കുടിവെള്ളം മാത്രമല്ല. സംസം വെള്ളം എന്ന് പറയുന്നത് കുടിവെള്ളം മാത്രമല്ലല്ലോ, ത്വആമു തുഅമിൻ, അത് ഭക്ഷണം കൂടിയാണ്. സംസം വെള്ളം വിശപ്പിന് പരിഹാരം കൂടിയാണ്. ദാഹം ശമിപ്പിക്കുക മാത്രമല്ല, വിശപ്പ് അടക്കാനും സംസം വെള്ളത്തിന് കഴിയുന്നതാണ്. ഇതേപോലെ ഉമ്മാന്റെ മുലപ്പാല്, ആ മുലപ്പാല് ദാഹം ശമിപ്പിക്കുന്നു, വിശപ്പ് അടക്കുകയും ചെയ്യുന്നു. അത്രത്തോളം ഉമ്മാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെ എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കൊടുക്കുകയാണ്. നാം ഒന്ന് ചിന്തിച്ചു നോക്കും, ഉമ്മാടെ സ്ഥാനം എത്ര വലുതാണ്. അതാണ് തഴവ ഉസ്താദ് വളരെ മനോഹരമായ ശൈലിയിൽ നമുക്കിത് പഠിപ്പിച്ചു തരുന്നത്. ചുരുക്കി പറഞ്ഞാൽ റബ്ബൊഴിച്ചാൽ പിന്നെ സകലർക്കും ആശ കേന്ദ്രവും അവൾ തന്നെ. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ആകെയുള്ള ആശ്രയം നമ്മുടെ ഉമ്മമാരാണ്. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ആകെ ആശ്രയം നമ്മുടെ ഉമ്മമാരാണ്. ലോകത്ത് ആരൊക്കെ കപട സ്നേഹം നടിച്ചാലും കപട സ്നേഹം കാണിച്ചാലും സ്വന്തം ഉമ്മ മക്കളോട് ഒരിക്കലും കപട സ്നേഹം കാണിക്കുകയില്ല. ഉമ്മാക്ക് മക്കളോടുള്ള സ്നേഹം അത് എന്ത് സന്തോഷത്തിന്റെ സത്യസന്ധമായ നിഷ്കളങ്കമായ സ്നേഹമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തം ഉമ്മമാരെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഉമ്മമാർക്ക് നമ്മളോട് ആ കാണിച്ചിരുന്ന സ്നേഹം, ആ കാരുണ്യം ഒന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമുക്ക് മറക്കാൻ കഴിയില്ല. അല്ലാഹു തആല മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന എൻ്റെ ഉമ്മ അടക്കം നമ്മുടെ ഓരോരുത്തരുടെ ഉമ്മമാർ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ദ്വാരക്കും പടച്ചവനെ, നമുക്ക് വേണ്ടി പട്ടിണി കിടന്നവരാണവർ. അത് വെറുതെ ഒരു ആലങ്കാരികമായി പറയുന്നതല്ല. എത്രയോ തവണ എൻ്റെ ഉമ്മ ഭക്ഷണം വിളമ്പി, എല്ലാവർക്കും ഭക്ഷണം വിളമ്പി തരും. എന്നിട്ട് ഞങ്ങളൊക്കെ ഭക്ഷണം വേഗം കഴിച്ച് കഴിയും. അപ്പോഴും ഉമ്മ മെല്ലെ മെല്ലെ ഭക്ഷണം വെച്ച് ഇങ്ങനെ ഞെരടിയിരിക്കും. എന്നിട്ട് ഒരു അതിർത്തി പോലെ ഉമ്മാന്റെ പാത്രത്തിൽ നിശ്ചയിച്ചിട്ട് അതിൻ്റെ 1/4 ഭാഗം മാത്രം ഉമ്മ കഴിച്ചിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ വീതിച്ച് മക്കൾക്ക് വീണ്ടും, ഞങ്ങളാകുന്ന മക്കൾക്ക് വീണ്ടും തരും. ഉമ്മ കഴിച്ച പാത്രത്തില് ഉമ്മ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണ്, എന്തൊരു ആവേശമാണ്, എന്തൊരു ആഗ്രഹമായിരുന്നു. അല്ലാഹുവേ റബ്ബേ, ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ഉമ്മാക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ ഊട്ടിയതിൻ്റെ, ഞങ്ങളെ നോക്കിയതിൻ്റെ, സംരക്ഷിച്ചതിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ സ്വർഗീയമായ വിഭവങ്ങൾ അവർക്ക് നീ ഖബറിലും ഖബറാനന്തര ജീവിതത്തിലും റബ്ബേ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഉമ്മമാരെ വെറുപ്പിക്കരുത്. അത് ലോക അവസാനത്തിൻ്റെ ലക്ഷണമാണ്. നമുക്ക് വന്നു ഭവിക്കാൻ പോകുന്ന നാശത്തിൻ്റെ തുടക്കമാണ് ഉമ്മാനെ വെറുപ്പിക്കുക എന്ന് പറയുന്നത്. നമുക്ക് വന്ന് ഭവിക്കാൻ പോകുന്ന ദുരന്തത്തിന്റെ തുടക്കമാണ്. നമുക്ക് വന്ന് ഭവിക്കാൻ പോകുന്ന സർവനാശങ്ങളുടെയും തുടക്കമാണ് ഉമ്മാനെ വെറുപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉമ്മാനെ വെറുപ്പിക്കരുത്. ഒരു സെക്കൻഡ് പോലും ഉമ്മാനോട് പിണങ്ങി ഇരിക്കാൻ പാടില്ല. അല്ലാഹുവേ റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്താലാണ് നമുക്ക് അവരോടുള്ള കടമകൾ തീരുന്നത്? ആണ്ടിലും സംക്രാന്തിക്കുമൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുത്തത് കൊണ്ട്
നമ്മുടെ ഹക്കടപാട് തീരുമോ? ഉമ്മാനോടുള്ള ഹക്കടപാട് തീരുമോ? ചില ഗൾഫുകാർ പറയും, എന്താണ്, ഞാൻ മാസാമാസം മരുന്ന് മേടിക്കാൻ പൈസ ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആ മാസാമാസം പൈസ അയച്ചു കൊടുക്കുന്നത് കൊണ്ട് ഉമ്മാനോട് വാപ്പാനോടുള്ള കടപ്പാട് തീരുമോ? ഇല്ല, തീരൂല. 100-ൽ 1 പോലും തീരൂല. ഒരു സ്വഹാബി വന്നിട്ട് പൊന്നാര മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞില്ലേ, നബിയെ ഇന്ന ഉമ്മി ഖദ് ഹരിഖത്, നബിയെ എൻ്റെ ഉമ്മ പ്രായമെത്തി, വല്ലാണ്ട് വാർദ്ധക്യത്തിലെത്തി, ശരീരത്തിന്റെ തൊലിഭാഗങ്ങളൊക്കെ ചുക്കിച്ചുളുങ്ങി. നബിയെ എൻ്റെ ഉമ്മ എല്ലും തോലും പോലെ ആയി, വല്ലാത്ത പ്രായ അവസ്ഥയിലെത്തി. നബിയെ ആ ഉമ്മ എൻ്റെ അടുക്കലാണ് ഉള്ളത്. നബിയെ ആ ഉമ്മാക്ക് ഞാൻ ഭക്ഷണം എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കും. എൻ്റെ ഉമ്മാനെ ആ കിടക്കയിൽ കിടത്തി ഞാൻ അടുക്കളയിലേക്ക് കയറി ഞാൻ ഭക്ഷണം ഉണ്ടാക്കും. മാത്രമല്ല ആ ഭക്ഷണം എൻ്റെ കൈ കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാന്റെ വായിലേക്ക് വാരി വെച്ചു കൊടുക്കും. നബിയെ എൻ്റെ ഉമ്മാന്റെ വായിലേക്ക് ഭക്ഷണം ഞാൻ തന്നെ വാരി വെച്ചു കൊടുക്കും. നബിയെ മുത്തു നബിയെ, മുത്തു നബിയെ, എൻ്റെ കൈ കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാക്ക് വുളൂ ചെയ്യിപ്പിച്ചു കൊടുക്കും. നബിയെ വുളൂ ചെയ്യിപ്പിച്ചു കൊടുക്കും. നബിയെ എൻ്റെ ഉമ്മാക്ക് ബാത്റൂമിലേക്ക് പോകേണ്ടി വരുമ്പോ ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ എടുത്തുകൊണ്ടുപോയി ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി ഇരുത്തും. എൻ്റെ ഉമ്മാന്റെ ആവശ്യങ്ങൾ കഴിയുമ്പോ ഞാൻ എൻ്റെ ഉമ്മാഹി കഴുകി വൃത്തിയാക്കും. നബിയെ ഞാൻ തന്നെയാണ് എൻ്റെ ഉമ്മാനെ കുളിപ്പിക്കുന്നത്. നബിയെ പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സ്വഹാബി വന്നിട്ട് പറയുകയാണ്, ഞാൻ തന്നെ ഭക്ഷണം എടുത്തു കൊടുക്കും. ഭക്ഷണം പാചകം ചെയ്യുന്നതും ആ ഭക്ഷണം എൻ്റെ ഉമ്മാക്ക് വായിലേക്ക് വെച്ചു കൊടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെ. ഉമ്മ ബാത്റൂമിലേക്ക് പോകാൻ 1-നും 2-നും ഒക്കെ പോകേണ്ടി വരുമ്പോ ഉമ്മാനെ കൊണ്ടുപോയി അതൊക്കെ ചെയ്ത് വൃത്തിയാക്കുന്നത് ഞാൻ തന്നെ. കിടക്കയിൽ കിടക്കുകയാണ്, ആ കിടക്കയിൽ കിടന്നുകൊണ്ട് 1-ഉം 2-ഉം സാധിക്കും. അപ്പോഴോ എനിക്കൊരു എളുപ്പമില്ല, എനിക്കൊരു വെറുപ്പുമില്ല. ഞാൻ ഉടൻ തന്നെ അതൊക്കെയും കഴുകി വൃത്തിയാക്കി എൻ്റെ ഉമ്മാനെയും കഴുകി തുടച്ച്, ഉമ്മാക്കൊരു വേദന ഉണ്ടാവാത്ത രൂപത്തിൽ ഉമ്മാനെ കഴുകി തുടച്ച് വൃത്തിയാക്കി വീണ്ടും ഞാൻ പഴയതുപോലെ കിടത്തും. നബിയെ മാത്രമല്ല, ഇതൊന്നുമല്ല, ഞാൻ എൻ്റെ ഉമ്മാനെ എടുത്ത് എൻ്റെ തോളിലേക്ക് വെച്ചിട്ട് എൻ്റെ ഉമ്മാനെ അയൽപ്പക്കത്തെ വീട്ടിലേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകും. എൻ്റെ ഉമ്മാനെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്ത് എയർബഡ് വാങ്ങിച്ചു കൊടുത്ത് അതിൽ കിടത്തുക മാത്രമല്ല ചെയ്തത്, വാട്ടർ ബെഡ് മേടിച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ ജീവച്ചവം പോലെ കിടത്തുക മാത്രമല്ല ചെയ്തത്. ചില മക്കളുണ്ട്, എന്താണ് അതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ്, വീടിൻ്റെ അകത്ത് എയർബഡ് വാങ്ങി കൊടുത്ത് അങ്ങനെ കിടക്കും. അപ്പോൾ പ്രായമുള്ള ഉമ്മമാര് അങ്ങനെ കിടന്ന് ഒറ്റ കിടന്ന് ശരീരത്തിന്റെ തൊലികളൊക്കെ പൊട്ടും. അപ്പോഴാണ് മക്കൾ എന്ത് ചെയ്യുന്നത്, എയർബഡും വാട്ടർ ബെഡും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിലിങ്ങനെ കിടക്കും, ഒരൊറ്റ കിടത്തമാണ്, അവിടെ തന്നെ കിടത്തോ. നോക്കാൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ അല്ലെങ്കിൽ ആരെങ്കിലും ഏർപ്പാടാക്കും. അവരൊക്കെ വന്നിങ്ങനെ നോക്കും, വൃത്തിയാക്കിയിട്ടൊക്കെ പോകും. അപ്പൊ ഇത് മാത്രമല്ല ഈ സ്വഹാബി ചെയ്തത്, ഈ ഉമ്മാനെ ഒരൊറ്റ കട്ടിലിൽ കിടത്തിക്കാതെ ഈ ഉമ്മാനെ എടുത്ത് തോളത്തിട്ടുകൊണ്ട് അയലത്തും അതുപോലെ വീടിന്റെ പുറവും അന്തരീക്ഷങ്ങളും പ്രകൃതികളെയും ഒക്കെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടുപോയി കാണിക്കും. നബിയെ ഇതൊക്കെ ഈ സ്വഹാബി ചെയ്തിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ വഹൽ ഹാദിഹി ജാസിയത്തുൻ ലി യാ റസൂലല്ലാഹ്, ഓ മുത്തുനബിയെ ഇത് മതിയോ എൻ്റെ ഉമ്മാനോടുള്ള കടമ നിറവേറ്റാൻ, എനിക്കൊന്ന് ആഖിറത്തിൽ രക്ഷപ്പെടാൻ, എൻ്റെ ഉമ്മാക്ക് പകരം ചെയ്യാൻ
എൻ്റെ ഉമ്മ എനിക്ക് ചെയ്ത നന്മകൾക്ക് പകരമായി ഇത് മതിയോ നബിയെ, ഇത് മതിയാകുമോ നബിയെ? മുത്ത് നബിയോട് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് കൊടുത്ത മറുപടി എന്താണ്? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ വലാ വാഹിദതം മിനൽ മിആ. പോരാ 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 മോനെ, അതുകൊണ്ടൊന്നും മതിയാവുകയില്ല. വലാ വാഹിദതം മിനൽ മിആ, 100-ൽ ഒരു അംശം പോലും പകരമാകുന്നില്ല. വലാകിന്നക ഖദ് അഹ്സൻത, എങ്കിലും നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. വല്ലാഹു യുസീബുക അലൽ ഖലീലി കസീറാ, എങ്കിലും നീ ചെയ്തത് നല്ല കാര്യമാണ്. ഈ ചെറിയ കാര്യത്തിന് പോലും അള്ളാഹു നിനക്ക് വലിയ പ്രതിഫലമൊക്കെ തരും. പക്ഷേ ആ ഉമ്മാനോടുള്ള കടമ നിർവഹിക്കാൻ ഇത്ര മാത്രം ചെയ്തതുകൊണ്ട് മതിയാവുകയില്ല എന്ന് മാത്രമല്ല, അത് 100-ൽ ഒരു അംശം പോലും പകരമാകുന്നില്ല മോനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, സ്വന്തം ഉമ്മ സുഖമില്ലാതെ കിടക്കുമ്പോൾ ആ ഉമ്മാന്റെ കാഷ്ടവും മൂത്രവും വാരാൻ നമ്മൾ എളുപ്പ് കാണിക്കുന്നവരാണോ, മടി കാണിക്കുന്നവരാണോ, വെറുപ്പ് കാണിക്കുന്നവരാണോ? നമ്മൾ രക്ഷപ്പെടൂല. എത്ര നന്മ ചെയ്താലും, എത്ര ക്വാളിറ്റി ഉള്ളവരാണെങ്കിലും, സമൂഹത്തിൽ എത്ര അറിയപ്പെടുന്നവരാണെങ്കിലും, സമൂഹത്തിൽ എത്രയേറെ സോഷ്യൽ വർക്ക് അതല്ലെങ്കിൽ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണെങ്കിലും രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കണം. ഏതുപോലെ നമ്മളെ നമ്മുടെ ബാല്യത്തിൽ ആ മാതാപിതാക്കൾ സംരക്ഷിച്ചതുപോലെ മാതാപിതാക്കളുടെ വാർദ്ധക്യമെത്തുമ്പോൾ പൂർണ്ണമായി നമ്മളാണ് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത്. ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കലല്ല, ഏതെങ്കിലും കരുണാലയങ്ങളിൽ കൊണ്ടാക്കലല്ല, ഏതെങ്കിലും സെർവന്റിനെ വീട്ടിൽ വെക്കലല്ല. അത് വേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ജോലിക്കാരാണ്, ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി വന്ന് നിൽക്കുന്നവരാണ്. മക്കൾ ചെയ്യുമ്പോഴാണ് അതിന് ഖിദ്മത്ത് എന്ന് പറയാം. അതിന് സമയം കണ്ടെത്തണം. ഉസ്താദ്, അതിന് ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകണം, ഓഫീസിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, അതൊന്നും പറഞ്ഞ് നമുക്ക് ഒഴിവാകാൻ നമുക്ക് കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ആലോചിച്ച് നോക്ക്, നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെ പെറ്റ് നമ്മളെ വളർത്തുന്ന നേരത്ത് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞോ, എനിക്കിപ്പോൾ പാല് കൊടുക്കാൻ സമയമില്ല, എനിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, കുട്ടീനെ നോക്കാൻ കഴിയില്ല. ഇന്നത്തെ പുതിയ കാലത്തെ തള്ളമാര് പറയുമായിരിക്കാം, പക്ഷേ നമ്മുടെ ഉമ്മമാരാരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കളെ നാം നന്നായി ഖിദ്മത്ത് ചെയ്ത് മാതാപിതാക്കളെ സംരക്ഷിക്കണം. അവരുടെ പൊരുത്തക്കേട്, വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു വാക്ക് പോലും നമ്മളിൽ നിന്ന് വരാതെ നാം കാത്തു സൂക്ഷിക്കണം. അങ്ങനെ വന്നാൽ അത് നമ്മുടെ നാശത്തിന്റെ തുടക്കമാണ്, നമ്മുടെ ആയുസ് നഷ്ടപ്പെടാൻ അത് കാരണമാണ്. ആപത്തുകളും വിപത്തുകളും മുസീബത്തുകളും എന്തിലധികം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അങ്ങനത്തെ ഒരു മക്കൾ ഇവിടെ ഉണ്ടായാൽ ഫർതഖിബു ഇൻദ ദാലിക, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം. തീക്കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, ചുഴലിക്കാറ്റുകൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഭൂമിക്കുലുക്കങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ അദാബുകൾ, മുസീബത്തുകൾ തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ.